മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകാതെ മഹായുതി സഖ്യം ഇന്ന് മുംബൈയിൽ നിശ്ചയിച്ചിരുന്ന മഹായുതി യോഗം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയായില്ലെങ്കിൽ മകൻ ശ്രീകാന്തിനെ ക്യാബിനറ്റ് റാങ്കോടെ കേന്ദ്രമന്ത്രിയാക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഷിൻഡെ മുന്നോട്ട് വെച്ചതായാണ് സൂചന. ഞായറാഴ്ച മഹായുതിയുടെ യോഗം നടന്നേക്കും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാവുമെന്ന കാര്യത്തിൽ ഭിന്നത തുടരുകയാണ് മഹായുതിയിൽ. വോട്ടെണ്ണൽ നടന്ന 5 ദിവസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമായില്ല. ഇന്നലെ ഡൽഹിയിൽ ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ BJP നേതാവ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യോഗശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ അമിത്ഷായുടെ യോഗത്തിലും തീരുമാനമായില്ല. തുടർന്നാണ് ഇന്ന് മുംബൈയിൽ ഷിൻഡെയുടെ നേതൃത്വത്തിൽ യോഗം നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി മുംബൈയിൽ നടത്താനിരുന്ന യോഗവും മാറ്റിവെച്ചു. ഞായറാഴ്ച മഹായുതി നേതാക്കളുടെ യോഗം നടക്കുമെന്നാണ് സൂചന. 288-ൽ 234 സീറ്റുകളും നേടി മഹായുതി മഹാരാഷ്ട്രയിൽ വമ്പിച്ച ഭൂരിപക്ഷം നേടിയിട്ടും ഇതുവരെയും സർക്കാർ രൂപീകരണം നടത്താത്തതിന് തടസ്സമാകുന്നത് ഷിൻഡെയുടെ നിലപാടാണ് എന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രി പദമില്ലെങ്കിൽ മറ്റു ചില ആവശ്യങ്ങൾ കൂടി നടപ്പാക്കണമെന്ന് ഷിൻഡെ മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മകൻ ശ്രീകാന്ത് ഷിൻഡെയെ ക്യാബിനറ്റ് റാങ്കോടെ കേന്ദ്രമന്ത്രിയാക്കുക, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുക എന്നീ ആവശ്യങ്ങളാണത്. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ഷിൻഡെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന പരാമർശം കഴിഞ്ഞ ദിവസവും ശ്രീകാന്ത് ആവർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രി ആരാവണമെന്നുള്ളതിൽ BJPയുടെ അന്തിമ തീരുമാനം അനുസരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഷിൻഡെ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നതാണ് അജിത് പവാറിനും താൽപര്യം. എന്നാൽ മുഖ്യമന്ത്രിയാകാത്ത പക്ഷം നടപ്പാക്കാൻ ഷിൻഡെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലാണ് ഇപ്പോൾ വിമർശനം ശക്തമാകുന്നത്. ഇത് അജിത് പവാർ പക്ഷത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.